തിരുവനന്തപുരം കോർപ്പറേഷനിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് വെറും 2.25 കിലോമീറ്റർ ദൂരത്തിലും മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ 50 മീറ്റർ മാത്രം ദൂരത്തിലും 100 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും കൂടാതെ ഒരു സെർവൻറ്റ് ടോയ്ലറ്റും ഒരു ബാൽക്കണിയും 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ മൊത്തത്തിൽ ചുറ്റും അതിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കലാത്തിയ പ്ലാന്റ് ആണ്. ഇവിടെ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. തൂണില്ലാത്തതുകൊണ്ട് തന്നെ അത് കാൻലിവറാണ്, സുഖമായിട്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വളച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കാർ പോർച്ചിൻ്റെ പുറകിലായിട്ട് 4-വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും 4-വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബോക്സി ആയിട്ടുള്ള സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ മുറ്റം മുഴുവനായിട്ടും ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് റോഡ് നോക്കുവാണെങ്കിൽ നല്ല വീതിയുള്ള റോഡാണ്. ഈ 50 മീറ്റർ റോഡ് 5 മീറ്റർ വീതിയുള്ള റോഡാണ്. അതുപോലെ ഈ ഭാഗത്തായിട്ടും കാർ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അങ്ങനെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അതിൻ്റെ പുറകിലായിട്ടും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റ് ആണ്, റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തൂണിലായിട്ട് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിറ്റിംഗ് സ്പേസ് ആണ്. ഈ ഒരു സിറ്റിംഗ് സ്പേസിന് അടിയിലായിട്ട് ഷൂറാക്ക് കൊടുത്തിട്ടുണ്ടാണ്. ഈ ഭാഗത്ത് മൊത്തത്തിൽ ഷൂറാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലും കൊടുത്തിരിക്കുകയാണ്. ഫാൻ ഇടാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തത്തിൽ ഒരു ടെക്സ്ചർ ടൈൽ കൊടുത്തിരിക്കുകയാണ്, ഒരു വുഡ് രീതിയിലുള്ള. അതുകൊണ്ട് ഒരു വുഡ് ഡിസൈനിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. കട്ടളയ്ക്ക് അത് നോക്കുവാണെങ്കിൽ കട്ടള പ്ലാവിലും കഥക് തേക്കിലോ നിർമ്മിച്ചിരിക്കുന്നത്. ആ ലോക്ക് സിസ്റ്റം അല്ല ക്വാളിറ്റി ലോക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അത് വലിയ വീതിയുള്ള അല്ല ഹൈറ്റുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കും നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ അപ്പോക്സ് നൽകിയിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ ഇടാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഫാൻ ഇടാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. 2 തട്ടായിട്ട് 2 രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഭാഗത്ത് അതൊക്കെയാണ് 2 സിംഗിൾ വിൻഡോയും ഒരു വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വലിയ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ടി വി യൂണിറ്റ് വലിയൊരു ടി വി യൂണിറ്റാണ്. നമുക്ക് എത്ര വലിയ ടി വി വയ്ക്കാൻ പറ്റുന്ന വലിയൊരു ടി വി യൂണിറ്റാണ്. അവിടെയും WPC പാനലാണ്. ഗോൾഡൻ തീമൊക്കെ ഉള്ള ഒരു ഗോൾഡൻ സ്ട്രിപ്പിലൊക്കെ ഉള്ള WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ബോക്സി ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാർബിൾ ഫിനിഷിലുള്ള ഒരു ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലഗ് പോയിന്റിലെ എല്ലീസ് എന്ന ബ്രാൻഡാണ്. അടിയിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആർച്ച് പോലെ റൗണ്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ വരുമ്പോൾ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു WPC പാനലുകൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിലും 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് അകമേ സ്ട്രിപ്പും പുറമേ ആയിട്ട് പ്രൊഫൈൽ ചാനലും കൊടുത്തിരിക്കുകയാണ്. അതിൽ നീറ്റായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ കളർ തീം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഫോയറിലേക്ക് വരുമ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ മുകളിലായിട്ടും ആ ഒരു സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സൊമാൻ എന്ന ബ്രാൻഡാണ്. അതുപോലെ പില്ലർ കോക്കും അതുപോലെ സൊമാൻ എന്ന ബ്രാൻഡിന് കൊടുത്തേക്കുന്നത്. മിറർ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അല്ല ടൈപ്പ് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും പെബിൾസോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ രീതിയിൽ ഒരു പ്ലാന്റൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ആർച്ച് നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. അതിനകത്ത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് CNC കട്ടിങ് കൊടുത്തുള്ള ഒരു ബോർഡ് കാണാം. അതിനകത്തും പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല ഗ്രിപ്പുള്ള 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കേണ്ട സ്പേസ്. വലിയൊരു ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എല്ലീസ് എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ മുകളിലും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഇടാൻ വേണ്ടി ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിരിക്കുകയാണ്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടുത്തെ ഒരു ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. ഒരു ലെപ്പോത്ര ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ സിങ്കോ കാണാം. മൾട്ടി പർപ്പസ് സിങ്കോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഹോബ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ആയിട്ട് വലിയൊരു ഫുൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടോൾ യൂണിറ്റാണ്. ഇതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ആണ്.
അത് നമ്മൾ ക്ലോസ് ചെയ്യാം. അതുപോലെ മറൈൻ പ്ലേ യൂസ് ചെയ്തിരിക്കുന്നത് ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇങ്ങോട്ടേക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു കബോർഡിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് പ്രോ ലിഫ്റ്റാണ്, നമുക്കിങ്ങനെ ഉയർത്തി വയ്ക്കാൻ പറ്റും. 2 ഭാഗത്തും ഹൈഡ്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഹുഡിൻ്റെ മുകളിലും ഒരു ഡമ്മി സ്പേസ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അങ്ങനെയുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. കട്ട്ലറി സ്പേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സ്പീഡിന് അടച്ചാലും സോഫ്റ്റായിട്ട് ക്ലോസ് ആവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ആയിട്ട് 3 റോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്ലേറ്റ്സ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും വലിയ സോസറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെയോട്ട് അതുപോലെ തന്നെയാണ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. സോഫ്റ്റ് ക്ലോസും ആണ്. ഇതുപോലെ ഇങ്ങോട്ടേക്ക് മൊത്തത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഒരു ബ്ലൂ തീമിലുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഫാക്ടറി ഫിറ്റഡ് ആണ്, അല്ല നമ്മൾ കൈ കൊണ്ട് ഒട്ടിക്കുന്നില്ല, ഫാക്ടറി വെച്ച് ഫിറ്റ് ചെയ്തതാണ്. മുകളിലേക്ക് അതുപോലെ സ്റ്റോറേജ് സ്പേസ് അപ്പർ ക്യാബിനിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ഈ വർക്ക് ഏരിയ നോക്കുകയാണെങ്കിലും സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെയും സിങ്കോ കൊടുത്തിട്ടുണ്ട്. വലിയ സിങ്കോ കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ സിങ്ക് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഇവിടെ ഒരു ടേബിൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റും ടൈൽസും മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അപ്പർ ക്യാബിനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ അതുപോലെ പ്രോ ലിഫ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പ്ലേറ്റ്സ് വയ്ക്കാൻ വേണ്ടി സ്പേസ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ അതിൻ്റെ വെള്ളം വീഴുവാണെങ്കിൽ ആ ട്രേ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരെ പാത്രം കഴുകി വയ്ക്കാം. വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് നമുക്ക് കളയാൻ പറ്റുന്നതാണ്. അത് പ്രോ ലിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടാതെ ഇനി വർക്ക് ഏരിയ പുറത്തേക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. ഒരു സെർവൻ ടോയ്ലറ്റ് അല്ലെങ്കിൽ പുറത്തൊരു ബാത്റൂം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുറത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അവിടെ ഷവർ യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അതെല്ലാം ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. റൂം നോക്കുവാണെങ്കിൽ സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള ബട്ടർഫ്ലൈ ടൈലാണ്. എല്ലാം എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടും സീലിംഗ് കാണാം. അതിനകത്തെല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ തീമിലുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നീറ്റായിട്ടുള്ള ലാമിനേഷൻ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. എല്ലാം നല്ല നീറ്റായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹാങ് ചെയ്യാനുള്ള റോഡ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബാണ്. വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. 3 ഡോറുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ മിറർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്യാം. മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ വലിയ വാഷ്റൂമാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഫിറ്റിങ്സ് എല്ലാം സൊമാനി യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഹോട്ടും കോൾഡും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റും. അതിന് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. എല്ലാം സൊമാനിയുടെ ബ്രാൻഡാണ്. നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഫ്ലോർ മൗണ്ട് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ളതാണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ഇനി 3 ബെഡ്റൂമാണ് മുകളിലാണ് വരുന്നത്. അപ്സ്റ്റെയറിലേക്കുള്ള ഈ ഫോയറിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെയും DB കൊടുത്തിട്ടുണ്ട്. DBയിലും 3 ഫേസായി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലീസൺ ബ്രാൻഡാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ആംബിയറിലുള്ള MCBA കൊടുത്തിരിക്കുന്നത്. ഇനി അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനടിയിലായിട്ട് GI ട്യൂബിൻ്റെ ഒരു കളർ ഗ്രീൻ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പും ആ ഒരു ഡിസൈൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് ഇവിടെ ആയിട്ട് പർഗോൾ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നതാണ്. മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടും പർഗോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും GI ട്യൂബിൽ ഒരു ബ്ലാക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും 3 വലിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ചിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും ഹാൻഡ് റെയിൽസ് എല്ലാം തേക്ക് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം സീലിംഗ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്രോസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. വേറൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ റൂമിലേക്ക് വരാം. ഇവിടെ ഒരു ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിനകത്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിലും 13, 12 ആ ഒരു സൈസ് വരുന്ന റൂമാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ ഡിസൈനിലുള്ള വാർഡ്രോബ് തന്നെയാണ്. വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റിയ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോയറിലേക്ക് വരുമ്പം ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുൾ മിററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലാം സ്റ്റോറേജ് സ്പേസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ വാഷ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു ബാത്റൂം തന്നെ. ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് എല്ലാം സൊമാനി എന്ന ബ്രാൻഡ് തന്നെയാണ്. വാഷ് ബേസിനാണെങ്കിലും ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സൊമാനിയാണ്. ക്ലോസറ്റ് സൊമാനിയാണ്. എല്ലാം വാറണ്ടി ഉള്ളതാണ്.
അതുപോലെ ഹീറ്റർ വയ്ക്കാനുള്ള പ്ലഗ് പോയിന്റ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ റൂമിലെല്ലാം AC പ്ലഗ് പോയിന്റ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC വെക്കാൻ ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് പൈപ്പ് ഹോൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഫോയറിലേക്ക് വരുമ്പം ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഡിറ്റർജൻറ്റ് വയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അയൺ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലിങ്സ് ബ്രാൻഡ് തന്നെയാണ്. ഇവിടെയും വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ വലിയ വാർഡ്രോബാണ്, അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. പിന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫിറ്റിങ്സ് എല്ലാം സൊമാനിയ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡൈവർട്ടർ എല്ലാം സൊമാനിയാണ്, യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഹീറ്ററിൻ്റെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു ഫോയറിലായിട്ടും DB കൊടുത്തിട്ടുണ്ട്. ആ DB എല്ലാം എല്ലീസ് ബ്രാൻഡാണ്. അതെല്ലാം കൃത്യമായിട്ടുള്ള ആംബിയറെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു നാലാമത്തെ ബെഡ്റൂമിൻ്റെയും ഡോറെല്ലാം പോളിഷാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ക്ലിയർ കോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഈ ഒരു നാലാമത്തെ ബെഡ്റൂം സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ അപ്പർ ക്യാബിനറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സിംഗിൾ വിൻഡോയും ഇവിടെ ആയിട്ടൊരു വലിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇതും ഫിറ്റിങ്സ് എല്ലാം സൊമാനി തന്നെയാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ല. സൊമാനിയും കൂടാതെ ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മുകളിലാണ് എക്സോസ്റ്റ് ഫാനെല്ലാം കൊടുത്തിട്ടുണ്ട്, നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അപ്പർ ലിവിംഗിൽ നിന്നാണ് ബാൽക്കണിയിലേക്ക് വരുന്നത്. ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെയും പർഗോള, റൗണ്ട് പർഗോള കൊടുത്ത് അതിനകത്ത് GI ട്യൂബിലാണ് ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു നിഷ് കൊടുത്തിട്ടുണ്ട്, അതിന് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾ ഹാങ്ങിങ് ഫാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെയിൽസ് ഉണ്ട്, നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രൈവസി ആയിട്ട് ഒരു ബ്ലാക്ക് തീമിലുള്ള ഗ്ലാസോ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 4.100 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.